മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 5 മിനിറ്റ്, 8 മിനിറ്റ്, 10 മിനിറ്റ്, 12 മിനിറ്റ് വീതം ദൈർഘ്യമുള്ള കുറേ സന്ദേശങ്ങൾ ഇതിലൂടെ കൊടുക്കാറുണ്ട്. 1-2 വളരെ അടുത്ത സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു, 4, 5, 6 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട, 1, 2 മതി, ആൾക്കാർക്ക് അത് കേൾക്കാനുള്ള സൗകര്യം സമയം ഉണ്ടാവില്ല എന്നറിയിക്കുകയുണ്ടായി. ഞാൻ അവരോട് പറഞ്ഞു, യൂട്യൂബ് ആയത് കാരണം ടി വിയിൽ സിനിമ കാണിക്കുന്ന മാതിരി അല്ലല്ലോ. 5 മണിക്കാണ് തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമ അവരറിയിച്ചാൽ 5 മണി തൊട്ട് 7:30 മണി വരെയോ 8 മണി വരെയോ തേന്മാവിൻ കൊമ്പത്ത് ഉണ്ടാവും. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമ ഉണ്ടാവും. അത് ആ സമയത്ത് കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ല. പക്ഷെ യൂട്യൂബിൽ അങ്ങനെയല്ലല്ലോ. യൂട്യൂബിൽ രാവിലെ 8 മണിക്ക് അപ്ലോഡ് ചെയ്തത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കാണാം. 10 മണിക്ക് കാണാം, വൈകുന്നേരം കാണാം, വെള്ളിയാഴ്ച ഹോളിഡേ ആണ് അപ്പം കാണണമെങ്കിൽ കാണാം, അല്ലെ ഓണം വെക്കേഷനിൽ കാണാം. ആ കാണണമെന്ന് തോന്നുന്ന സമയത്ത് കാണാൻ ആഗ്രഹമുള്ള വിഷയം യൂട്യൂബിൽ ഇല്ലെങ്കിലോ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചെറിയ ചെറിയ സന്ദേശങ്ങൾ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതും കുറച്ച് വലിയ സന്ദേശങ്ങൾ ഇരുത്തി ചിന്തിപ്പിക്കാനുള്ളതും കുറേ അധികം വലിയ സന്ദേശങ്ങൾ. ഇപ്പൊ ഭഗവത്ഗീത പോലെയുള്ളതൊക്കെ 1.25 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അത് ഇരുന്ന് പഠിക്കാനുള്ളതാണ്. യൂട്യൂബ് കാണുന്നവരെ ഏതാണ്ട് 1.6 ലക്ഷം പേര് 4 ആഴ്ചയിൽ കാണുന്നുണ്ട്. 1.2 ലക്ഷം പേര് ഫേസ്ബുക്കിൽ കാണുന്നുണ്ട് ഒരാഴ്ചയിൽ. ഫേസ്ബുക്കിൽ കാണുന്നത് ഒരാഴ്ചയിലെ റിപ്പോർട്ടാണ്. മറ്റേത് 1.5 ലക്ഷം പേര്, 1.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ 4 ആഴ്ചത്തെ, ഒരു മാസമല്ല 28 ദിവസത്തെ റിപ്പോർട്ടാണ്. ഞാൻ അപ്ലോഡ് ചെയ്തത്, എൻ്റെ പ്രഭാഷണം മറ്റുള്ളവർ അപ്ലോഡ് ചെയ്തതും ടി വിയിലൂടെ വന്നതൊക്കെ വേറെ ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്ക് അത് യൂട്യൂബിൽ ഉണ്ടെങ്കിൽ അവർക്ക് സൗകര്യമുള്ള സമയത്ത് കാണാമല്ലോ. അതുകൊണ്ട് ഇത്രയും കാണുന്നവരെ ശരിക്കും പഠിക്കേണ്ട ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കേൾക്കേണ്ട ലെവലിലേക്കല്ല, നോട്ട് മിയർലി ലിസണിങ് ബട്ട് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ചില വിഷയങ്ങൾ 1 മണിക്കൂർ ദീർഘമുള്ള പ്രഭാഷണം അപ്ലോഡ് ചെയ്യുന്നത്. ഈ 1 മണിക്കൂർ ദീർഘത്തിലുള്ള അല്ലെങ്കിൽ 1.5 മണിക്കൂർ ദീർഘമുള്ള പൊതുവേദിയിൽ നടത്തിയ പ്രഭാഷണം അപ്ലോഡ് ചെയ്യുമ്പോൾ അത് 20 മിനിറ്റ് ഫയലായിട്ട് മാറുന്നുണ്ട്. അത് കാണാൻ ചിലപ്പോൾ ഒരു 20 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കാണാനുള്ള മൂഡ് ഉണ്ടാവില്ല. പക്ഷേ 1 മണിക്കൂർ ഒരുമിച്ചുള്ളത് അപ്ലോഡ് ചെയ്താൽ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മുഖം കാണാനൊന്നുമില്ല. ഓൺ ചെയ്തിട്ട് ഉറക്ക വെച്ചിട്ട് അടുക്കളയിൽ പോയിട്ട് വർക്ക് ചെയ്താലും കേൾക്കാമല്ലോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും ഇത് ഓൺ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 1 മണിക്കൂർ പ്രഭാഷണം കേൾക്കുമ്പോൾ 2 പ്രാവശ്യം കേട്ടാൽ ആ സബ്ജക്റ്റ് തറവാകും. ഒരു ഗുരുവിനെ അന്വേഷിച്ചു പോയി അങ്ങേരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഭരണത്തെക്കുറിച്ച്. ശരിക്കും ഇന്ത്യൻ ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം കഴിഞ്ഞ 2.25 വർഷമായിട്ട് ഭരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ നമ്മുടെ പൂർവിക ഗ്രന്ഥങ്ങളിൽ ഒരു ഭാഗം എടുത്ത് ഞാൻ വിവരിക്കുകയാണ്. എൻ്റേതായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. മലയാള ട്രാൻസ്ലേഷൻ വിവരിക്കുന്നു. നരേന്ദ്രമോദിക്ക് ശ്രീരാമൻ കൊടുത്ത ഉപദേശം എന്ന രീതിയിലാണ് ഞാൻ വിവരിക്കാൻ പോണത്. ഈ പുസ്തകത്തിലുള്ളതേ ഞാൻ വായിക്കുള്ളൂ. ഞാൻ എൻ്റേതായിട്ടുള്ള വായിക്കില്ല. നിങ്ങൾക്കറിയാതെ പോലും തോന്നരുത് ഇത് ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് ഗോപാലകൃഷ്ണൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുകയാണെന്ന്. ആദ്യത്തെ കുറെ ഭാഗങ്ങൾ ഞാൻ അത് വലിയ പ്രാധാന്യമില്ല. ഒരു 8ാമത്തെ പോയിന്റ് മുതൽക്ക് വായിക്കുന്നു. അല്ലയോ സഹോദര, ഭരണയന്ത്രം തിരിക്കാൻ അറിയാവുന്ന ശാസ്ത്രകാരന്മാരെയും അർത്ഥശാസ്ത്രം അറിഞ്ഞ് മാർഗനിർദ്ദേശം നൽകാൻ അറിയാവുന്നവരെയുമാണല്ലോ നീ ബഹുമാനിച്ച് ആദരിച്ച് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. ഒന്ന് മോഡിയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കാം. അല്ലയോ നരേന്ദ്ര, ഇവിടെ ഉപയോഗിച്ച വാക്ക് വേറെയാണ്. ഞാൻ നരേന്ദ്രൻ ഉദ്ദേശിച്ചത് നരേന്ദ്രമോദിയെ തന്നെയാണ്. നിന്നെ പോലെ ശൂരനായ, ശാസ്ത്ര വിഷയങ്ങളിൽ പണ്ഡിതനായ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അറിയാവുന്ന,
കുലീനരായ ശരീര മുഖലക്ഷണങ്ങളിൽ നിന്ന് തന്നെ മനസ്സറിയുവാൻ കഴിവുള്ള യോഗ്യരായ വ്യക്തികളെയാണല്ലോ മന്ത്രിമാരാക്കിയിരിക്കുന്നത്. അല്ലയോ സഹോദര, രാജാവിന് ലഭിക്കുന്ന നല്ല ഉപദേശങ്ങളാണ് രാഷ്ട്രഭരണത്തിന്റെ വിജയത്തിന് ആധാരം. അങ്ങനെ ഉപദേശിക്കാൻ യോഗ്യതയുള്ളവരെയാണല്ലോ നീ നിയമിച്ചിരിക്കുന്നത്. നിനക്ക് മാർഗനിർദ്ദേശം നൽകുന്നവരിൽ നീതിശാസ്ത്ര വിഷയങ്ങളിൽ നിപുണന്മാരായവരും മന്ത്രിമാരും ശ്രേഷ്ഠന്മാരും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് രഹസ്യ സ്വഭാവം നീ നിലനിർത്തുന്നുണ്ടല്ലോ. അല്ലയോ പ്രിയ ഭാരതപുത്ര, നീ അസമയത്ത് ഉറങ്ങാറില്ലല്ലോ. അതേസമയം കൃത്യസമയത്ത് തന്നെ നിദ്രയിൽ നിന്ന് ഉണരുന്നുമുണ്ടല്ലോ. അല്ലയോ ഭാരതത്തിന്റെ പുത്ര, സരസ്വതി യാമത്തിൽ ഉണർന്ന് രാഷ്ട്രത്തിന്റെ സാമ്പത്തിക ഉന്നതിക്ക് ആവശ്യമായ ഉപായങ്ങളെക്കുറിച്ച് നീ ഗാഢമായി ചിന്തിക്കാറുണ്ടല്ലോ. അല്ലയോ ഭാരതപുത്ര, അത്യധികം പ്രാധാന്യമുള്ള ഗൂഢമായ രഹസ്യ കാര്യങ്ങളെക്കുറിച്ച് ഒറ്റയ്ക്കിരുന്നല്ലോ ചിന്തിച്ച് നീ തീരുമാനമെടുക്കുന്നത്. അതിനു പകരം അനവധി വ്യക്തികളെ വിളിച്ചു വരുത്തി കോലാഹല രൂപത്തിലും ഇത്തരം കാര്യങ്ങള്, അതിഗൂഢമായിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള്, സ്വകാര്യത നിലനിർത്തേണ്ട കാര്യങ്ങള് നീ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അനവധി വ്യക്തികളെ ക്ഷണിച്ച് കോലാഹല രൂപത്തില് ചർച്ച ചെയ്യാറില്ലല്ലോ, അല്ലെങ്കിൽ ചർച്ച ചെയ്യരുത്. നിന്റെ രഹസ്യമായ തീരുമാനങ്ങൾ ശത്രു രാജ്യത്തിലേക്ക് എത്തുന്നില്ല എന്ന് നീ ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ. പാകിസ്ഥാനായാലും ശരി, ചൈനയായാലും ശരി, നിന്റെ രഹസ്യ തീരുമാനങ്ങൾ എത്തുന്നില്ല എന്ന് നീ ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ. അല്ലയോ ഭാരതപുത്ര, ഏതൊരു കാര്യമാണോ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതും എന്നാൽ അത്യധികം ഫലപ്രദവുമായത് നീ അല്പം പോലും വൈകാതെ തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അനവധി പ്രോജക്റ്റുകൾ, നമ്മുടെ പുതിയ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പ്രോജക്റ്റുകൾ വന്നിരിക്കുന്നതെല്ലാം പെൻഷൻ കൊടുക്കലും സ്റ്റാർട്ടപ്പും ഡിജിറ്റൽ ഇന്ത്യയും എല്ലാം വെറുതെ ഒന്ന് ഓർത്തുപോയതാണ്. മേൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരിക്കലും വിലംബം ഉണ്ടാകുന്നില്ലല്ലോ. നീ ഏറ്റെടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായതിനു ശേഷം അഥവാ ഏതാണ്ട് പൂർണ്ണമാകുമ്പോൾ മാത്രമാണല്ലോ അയൽവക്കത്തെ രാജ്യങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്. നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പരിപാടികളെക്കുറിച്ചും അയൽ രാജ്യങ്ങൾക്ക് വിവരം ചോർന്നു പോകുന്നില്ല എന്ന് നീ ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ. അല്ലയോ മോഡി, അപ്രകാരം വിവരങ്ങൾ ചോർത്തുന്നവരെ നീ ശ്രദ്ധിക്കുന്നുമുണ്ടല്ലോ, തീവ്രവാദികളായാലും അല്ലാത്തവരായാലും. അല്ലയോ നരേന്ദ്ര, നീ ഏറ്റെടുക്കുന്ന തീരുമാനങ്ങൾ നിന്നിലൂടെയോ മന്ത്രിമാരിലൂടെയോ അനുമതിയുള്ള ഉദ്യോഗസ്ഥരിലൂടെയോ അല്ലാതെ ജനങ്ങളിൽ എത്തുന്നില്ലല്ലോ. ചോർത്തിയെടുത്ത് പത്രമാധ്യമങ്ങളിലൂടെ വരുന്നില്ലല്ലോ എന്നർത്ഥം. രാജ തീരുമാനങ്ങൾ രഹസ്യമാർഗത്തിലൂടെ ജനങ്ങളിലെത്തി അവരത് വഴിയോരങ്ങളിൽ തർക്കിക്കുന്നതിന് ഉപയോഗിക്കുന്നില്ലെന്ന് നീ ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ. ഗവൺമെന്റിന്റെ തീരുമാനം രഹസ്യമാർഗത്തിലൂടെ പുറത്തേക്ക് പോയിട്ട് ജനങ്ങൾ റോഡ് സൈഡിൽ ചർച്ച ചെയ്ത് കോലാഹലം ഉണ്ടാക്കുന്നില്ലല്ലോ എന്നർത്ഥം. നിന്റെ ചാരന്മാരിലൂടെ അകത്തും പുറത്തുമുള്ളവർ ചെയ്യുന്ന നന്മ തിന്മകളുടെ വിവരങ്ങൾ യഥാസമയം തന്നെ അല്ലയോ നരേന്ദ്രമോദി നിനക്ക് ലഭിക്കുന്നുണ്ടല്ലോ. 100 മൂർഖന്മാരെയും വിഡ്ഢികളെയും കൂടെ നിർത്തുന്നതിന് പകരം ഒരു ബുദ്ധിമാനും അനുഭവ സമ്പന്നനുമായ പണ്ഡിതനെ കൂടെ നിർത്തുന്നതാണ് ഉത്തമം എന്ന് നിനക്കറിയാമല്ലോ. വിദ്വാനായ വ്യക്തിക്ക് മാത്രമേ സങ്കീർണങ്ങളായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാനാകൂ എന്ന് നീ എന്നും ഓർമ്മിക്കണം. ഒരു രാജാവ് 1000-ഓ 10,000-ഓ വിഡ്ഢികളെ സ്വന്തം ആവശ്യത്തിനും പറഞ്ഞ് നിയോഗിച്ചാലും ആവശ്യത്തിന് അവരെ ഉപകരിക്കുകയില്ല. സ്വന്തം ജനങ്ങളെ ആയാലും വേണ്ടപ്പെട്ടവരെ ആയാലും റെക്കമെൻഡേഷനിലൂടെ വരുന്നവരെ തനി വിഡ്ഢികളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അവർ ഉപകാരികളാവില്ല എന്ന് നീ അറിയണം. ഒരാളാണെങ്കിൽ പോലും ബുദ്ധിമാനായ ശൂരവീര ചാതുര്യമുള്ള നീചിജ്ഞനായ ഒരാൾ മതി. ആ ഒരാളാണെങ്കിൽ പോലും രാജാവിനും രാജകുമാരനും സമ്പൽ സമൃദ്ധിയിലേക്ക് രാജ്യത്തെ ഉയർത്താൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നവരെ വേണം ഓരോ ഡിപ്പാർട്ട്മെന്റും കൊടുക്കാൻ. അല്ലയോ നരേന്ദ്ര, പ്രധാനപ്പെട്ട ശ്രേഷ്ഠരായ വ്യക്തികളെ
പ്രധാനപ്പെട്ട സ്ഥാനത്തും മധ്യമ ഗുണങ്ങളുള്ളവരെ മധ്യമ സ്ഥാനത്തും താഴേക്കിടയിലുള്ളവരെ താഴെയുള്ള ഉത്തരവാദിത്വങ്ങളുമാണ് നീ ഏൽപ്പിക്കേണ്ടത്. നല്ല കഴിവുള്ളവരെ ഏറ്റവും മുകളിലും, ഇടത്തരം കഴിവുള്ളവരെ മധ്യത്തിലും, കഴിവ് കുറഞ്ഞവരെ താഴെയും. കഴിവ് കുറഞ്ഞവരെ മാറ്റി നിർത്തണമെന്നല്ല, കഴിവ് കുറഞ്ഞവർക്ക് അവർക്ക് അർഹതയുള്ള ഉത്തരവാദിത്വമാണല്ലോ കൊടുക്കുന്നത്. ആരാണോ സമ്മാനങ്ങൾ കൈക്കൂലിയും വാങ്ങിക്കാതെ, കൈക്കൂലി എന്ന പദം തന്നെ ഉണ്ടവിടെ, ആരാണോ സമ്മാനങ്ങൾ കൈക്കൂലിയും വാങ്ങിക്കാതെ സ്വന്തം ധർമ്മമായി കർമ്മത്തിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി നിലകൊള്ളുന്നത്, തന്റെ കർത്തവ്യങ്ങൾ കൃത്യസമയത്തിന് മുമ്പ് തന്നെ ചെയ്തു തീർക്കുന്നത്, ബാഹ്യമായും ആന്തരികമായും പവിത്രമായ പദത്തിലൂടെ സഞ്ചരിക്കുന്നത്, ശ്രേഷ്ഠനായി തന്നെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത്, അപ്രകാരമുള്ള മന്ത്രിമാരെയും സെക്രട്ടറിമാരെന്നുള്ളതിന് സംസ്കൃതത്തില് അമാത്യന്മാർ. അപ്പോ മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും ഉത്തമ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിൽ നീ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ടല്ലോ. നിന്റെ രാജ്യത്തിലെ ജനത പ്രജകൾ അതികഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ. പ്രജകൾ അതികഠിനമായ ശിക്ഷ അനുഭവിക്കുന്നത് നിന്റെ രാജ്യത്തിലെ ജനങ്ങള് വേദനയോടുകൂടി ഓർമ്മിക്കുന്നില്ലല്ലോ. അവർ അതികഠിന ശിക്ഷ അനുഭവിച്ച് മന്ത്രിമാരെയും രാജ ഉദ്യോഗസ്ഥരെയും തിരസ്കരിക്കുന്നില്ലല്ലോ. ശിക്ഷ കൊടുക്കണം, അത് പരിധിക്കപ്പുറമുള്ള ശിക്ഷയായാൽ രാജ്യത്തോട് തന്നെ വെറുപ്പ് തോന്നുന്ന വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാകുന്നില്ലല്ലോ. അടുത്തത്, എപ്രകാരമാണോ നല്ല തൊഴിലാളി നീചനായ യജമാനനെ ഉപേക്ഷിക്കുന്നത്, അതുപോലെ താങ്ങാനാകാത്ത കഠോരമായ കരം പിരിക്കലിലൂടെ നിന്റെ പ്രജകൾ നിന്നെ അനാദരിക്കുന്നില്ലല്ലോ. ആവശ്യത്തിൽ കൂടുതൽ ടാക്സ് പിരിക്കരുത്, അത് രാജ്യത്തിന് ഹാനികരമായി തീരും എന്ന് ഓർമ്മിപ്പിക്കുന്നു. സാമദാന ഭേദ ദണ്ഡങ്ങളിലൂടെ യുക്തിസഹജമായ രാജനീതി നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർ ശിക്ഷ നടപ്പാക്കുന്നത് പക്വതയോടുകൂടി ആയിരിക്കുമെന്ന് നീ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ശിക്ഷ നടപ്പാക്കുന്നത് പക്വതയോടുകൂടി വേണം എന്നുള്ളത് ഓർമ്മിക്കണം. വിശ്വസ്തനായ ഭൃത്യന്മാർ തെറ്റ് ചെയ്താലും അവർ മരണത്തെ പോലും ഭയപ്പെടാതെ രാജ്യത്തെ സ്നേഹിക്കുന്നവരായിരിക്കും എന്ന് നീ ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ. അപ്രകാരമുള്ള ഉദ്യോഗസ്ഥരെയും പ്രജകളെയും രാജാവ് ഒരിക്കലും ശിക്ഷിക്കാറില്ല. അറിയാതെ തെറ്റ് സംഭവിച്ചാലും ആത്മാർത്ഥതയുള്ള വ്യക്തികളെ പരിധിക്കപ്പുറം ശിക്ഷിക്കേണ്ട. കാരണം അവർ രാഷ്ട്രത്തിന്റെ സേവനത്തിൽ ബദ്ധശ്രദ്ധരാണെന്ന് ഓർമ്മിക്കണം. അവർ സ്വയം ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്തുകൊള്ളും. അതിന് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അല്ലയോ നരേന്ദ്ര, എപ്പോഴും സന്തോഷവാനും വീരശൂരനും ധൈര്യവാനും ബുദ്ധിമാനും പവിത്രനും കുലീനനും ആത്മവിശ്വാസമുള്ളവനും യുദ്ധപാടവമുള്ളവനുമായ വ്യക്തിയെയാണല്ലോ നീ സേനാപതിയായി അവരോധിക്കേണ്ടത്. നിന്റെ പ്രധാന യോദ്ധാക്കളും സേനാപതിമാരും ഉപസേനാധിപന്മാരും ബലവാന്മാരും യുദ്ധകുശലന്മാരും പരാക്രമികളുമാണെന്ന് നീ ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ. അവരുടെ ഓരോരുത്തരുടെയും വീരശൂര പരാക്രമങ്ങൾ വിലയിരുത്തിയതിന് ശേഷമേ അവർക്ക് ഉത്തരവാദിത്വങ്ങളും സ്ഥാനങ്ങളും നൽകുവാൻ പാടുള്ളൂ എന്ന് നിനക്കറിയാമല്ലോ. അവരുടെ വീരശൂര പരാക്രമങ്ങൾക്ക് അർഹിക്കുന്ന സമ്മാനങ്ങളും മറ്റ് പുരസ്കാരങ്ങളും സ്ഥാനമാനങ്ങളും യഥാകാലം നീ നൽകുന്നുണ്ടല്ലോ. നമ്മുടെ സൈന്യങ്ങൾക്ക് കൊടുക്കുന്ന അവാർഡുകളൊക്കെ, സൈന്യങ്ങൾക്ക് നൽകേണ്ടതായ ശമ്പളവും കാലാകാലങ്ങളിൽ നൽകേണ്ടതായ ഭത്തയും നീ കൃത്യസമയത്ത് തന്നെ നൽകുന്നുണ്ടല്ലോ. ഭത്ത എന്ന വാക്ക് സംസ്കൃത വാക്കാണ്, പുസ്തകത്തിൽ തന്നെ ഉള്ളതാണ്, ട്രാൻസ്ലേഷനിൽ എഴുതി ചേർത്തതല്ല. അവർക്കത് കൊടുക്കുന്നതില്, ശമ്പളവും ഭത്തയും കൊടുക്കുന്നതില് നീ കാലതാമസം ഉണ്ടാക്കാറില്ലല്ലോ. സൈന്യങ്ങൾക്ക് കൃത്യസമയത്ത് ശമ്പളവും ഭത്തയും കൊടുക്കുന്നില്ലെങ്കിൽ അവർ രാജാവിനോട് കുപിതരാകുകയും പലവിധ അനർത്ഥങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് നിനക്കറിയാമല്ലോ. മന്ത്രിമാരും പ്രധാന ഉദ്യോഗസ്ഥന്മാരും മുകൾ തട്ടിലുള്ളവരും നിന്നോട് സ്നേഹ ബഹുമാനാദികളോടെയാണല്ലോ പെരുമാറുന്നത്. കൂടെ പ്രവർത്തിക്കുന്നവർക്ക് നിന്നോട് സ്നേഹവും ബഹുമാനവും ഇല്ലെങ്കിൽ, അവർ സ്നേഹം നടിക്കുകയും ബഹുമാനം നടിക്കുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വരുംവരായികളെ കുറിച്ച് നിനക്കറിയാമല്ലോ. അവശ്യം വരുന്ന പക്ഷം അവർ ജീവൻ ത്യജിച്ചും നിനക്കും രാജ്യത്തിനും വേണ്ടി നിലകൊള്ളുമെന്ന് നിനക്ക് ഉറപ്പുണ്ടല്ലോ. ആവശ്യം വരുന്ന വേളയിൽ അവർ സ്വന്തം ജീവൻ ത്യജിച്ചും നിനക്കും രാജ്യത്തിനും വേണ്ടി നിലകൊള്ളുമെന്ന്
ഉറപ്പുണ്ടല്ലോ. അല്ലയോ പ്രിയ ഭാരതപുത്ര, നീ നിയമിച്ച രാജദൂതൻ, നമ്മുടെ രാജ്യത്തിലെ തന്നെ പൗരനും നീ നിർദ്ദേശിക്കുന്ന രാജദൂതന്മാര് നമ്മുടെ രാജ്യത്തിലെ തന്നെ പൗരനും വിദ്വാനും കുശലതാപൂർവം കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവനും പ്രതിഭാശാലിയും ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണല്ലോ നീ സുഷമാ സ്വരാജിനെ പോലെയുള്ളവരെ ഉത്തരവാദിത്വത്തിൽ നിയോഗിച്ചിരിക്കുന്നത്. വിവേകശാലിയും കർമ്മോത്സുകനുമായ അവർ നീ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ ചെയ്യുന്നവരാണെന്നു കൂടി നീ ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ. അല്ലയോ ഭാരതത്തിന്റെ പ്രിയപുത്ര, ശത്രുപക്ഷത്തുള്ള 18 വിഭാഗം ഉദ്യോഗസ്ഥരെയും സ്വന്തം പക്ഷത്തുള്ള 15 വിഭാഗം ഉദ്യോഗസ്ഥരെയും, ശത്രുപക്ഷത്ത് 18, സ്വന്തം പക്ഷത്ത് 15 വിഭാഗം ഉദ്യോഗസ്ഥരെയും 3 അജ്ഞാത ചാരന്മാരിലൂടെ, സ്പൈ 3 അജ്ഞാത ചാരന്മാരിലൂടെ നിരന്തരം വീക്ഷിച്ചും പരീക്ഷിച്ചും നീ വിലയിരുത്തുന്നുണ്ടല്ലോ. ശത്രുപക്ഷത്തും സ്വന്തം പക്ഷത്തും ഉള്ളവരെ 3 ചാരന്മാരെ വെച്ച് നിരീക്ഷിച്ച് വിലയിരുത്തുന്നുണ്ടല്ലോ. ഇനി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ശത്രുപക്ഷത്തുള്ള 18 പേരാരാണ്? 18 വിഭാഗം ഇവരാണ്. ഒന്നാമത്തേത് ശത്രുപക്ഷത്തുള്ള രാജാവിന്റെ പ്രധാനപ്പെട്ട മന്ത്രി, രാജപുരോഹിതൻ, യുവരാജാവ്, ശത്രുപക്ഷത്തുള്ള സേനാപതി, ശത്രുപക്ഷത്തെ ദ്വാരപാലകന്മാര്, ശത്രുപക്ഷത്തെ അന്തഃപുര സംരക്ഷകര്, ശത്രുപക്ഷത്തെ ട്രഷറിയുടെ അധ്യക്ഷൻ, കാരാകാരാധ്യക്ഷൻ, ട്രഷറിയുടെ അധ്യക്ഷൻ, പിന്നെ കാരാകാരാധ്യക്ഷൻ ട്രഷറി അല്ല, ജയിൽ അധികൃതരാണ്. അടുത്തതാണ് ട്രഷറിയുടെ ഖജനാധികാരി, കോശാധ്യക്ഷൻ. 18 പേരിൽ 8ാമത്തെ ആള് കോശാധ്യക്ഷൻ. 9ാമത് ധനം ചിലവാക്കുന്ന ഓഡിറ്റർ, ശമ്പളം കൊടുക്കുന്ന അധികാരികള്, നഗരാധ്യക്ഷൻ, ചീഫ് എഞ്ചിനീയർ, അതായത് ശില്പി തുടങ്ങിയ പരിപാലകൻ, ശില്പി പരിപാലകൻ എന്നാണ് ചീഫ് എഞ്ചിനീയർക്ക് പറയുന്ന പേര്. ധർമാധ്യക്ഷൻ, സഭാധ്യക്ഷൻ, സ്പീക്കർ, ദണ്ഡപാലൻ അഥവാ ജഡ്ജി, ദുർഗപാലകൻ, കോട്ട സംരക്ഷണം ചെയ്യുന്ന ആള്, രാഷ്ട്ര സീമാപാലകൻ, ബോർഡർ സെക്യൂരിറ്റിയുടെ ഇൻചാർജ് ഉള്ളത്, വനരക്ഷകൻ, ഫോറസ്റ്റിന്റെ ഇൻചാർജ് ആയിട്ട്. ഇങ്ങനെ 18 പേരെ നീ 3 സ്പൈകളെ വെച്ച്, ചാരന്മാരെ വെച്ച് വിലയിരുത്തുന്നുണ്ടല്ലോ. ഈ സ്വന്തം രാജ്യത്തിലുള്ള 15 പേരാരാണ്? ആ 15 പേരില് സ്വന്തം രാജ്യത്തുള്ള പ്രധാനമന്ത്രിയെ, രാജാവ് സ്പൈയെ വെച്ചിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. രാജപുരോഹിതൻ, യുവരാജാവ്, ഇവരെ 3 പേരെയും ചാരന്മാരിലൂടെ നിരീക്ഷിക്കേണ്ട. ബാക്കിയെല്ലാം 18 തന്നെ. ഇപ്പോ പ്രധാനപ്പെട്ട മന്ത്രി, ചീഫ് സെക്രട്ടറിയെയും അതേപോലെ തന്നെ രാജപുരോഹിതനെയും യുവരാജാവിനെയും ചാരന്മാരുപയോഗിച്ചിട്ട് നിരീക്ഷിക്കുന്നത് സ്വന്തം രാജ്യത്ത് വേണ്ട. ബാക്കി 18ൽ 3 മാറ്റിയാൽ 15 മറ്റ് രാജ്യങ്ങളിൽ ഉള്ളവരെ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ നീ ചെയ്യുന്നുണ്ടല്ലോ. ശത്രുക്കളെ നിയന്ത്രിക്കാൻ കഴിവുള്ള അല്ലയോ ഭാരതപുത്ര, ഏത് ശത്രുവിനെയാണോ നീ നാടുകടത്തിയത് അവൻ തിരിച്ചു വരികയാണെങ്കിൽ ദുർബലനാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി വ്യക്തമാക്കി ഉപേക്ഷിക്കാതെ നീ സംരക്ഷിക്കുന്നുണ്ടല്ലോ. അല്ലയോ ഭാരതപുത്ര, എല്ലാത്തിനെയും എതിർക്കുകയും പുച്ഛിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന നാസ്തികവാദികളെ നീ പ്രോത്സാഹിപ്പിക്കാറില്ലല്ലോ. ഈ അവാർഡ് വാപസി ചെയ്ത പാർട്ടികളും അതുപോലെ ഇൻടോളറൻസ് പറഞ്ഞ് കുറേയധികം ഒച്ചയെടുത്തവരും തീവ്രവാദികളുടെ കൂട്ടത്തിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് രാഷ്ട്രത്തെ അവഹേളിച്ചവരും വിദേശത്തെ പലതും ഇവിടെ ഇറക്കുമതി ചെയ്ത് അതാണ് യഥാർത്ഥമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരും പിന്നെ നന്മകളോട് എന്നും മുദ്രാവാക്യം വിളിച്ചെതിർക്കുകയും പിന്നീട് അത് തന്നെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന നാസ്തികവാദികളെ നീ പ്രോത്സാഹിപ്പിക്കാറില്ലല്ലോ. അവരുമായി നിനക്ക് സുഹൃത്ത് ബന്ധം കാര്യമായിട്ട് നിലനിർത്തുന്നില്ലല്ലോ. ഇത്തരത്തിലുള്ള നാസ്തികവാദികൾ വക്രമായ വാദപ്രതിവാദങ്ങളിലൂടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുകയും തിന്മ നിറഞ്ഞ വഴിയാണ് ശരിയായതെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും വാസ്തവത്തിൽ അജ്ഞാനികളായവരുമാണവര് എന്ന് നീ വിലയിരുത്തി വേണ്ടത് ചെയ്യുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നാസ്തികവാദികൾ
പരമമായ സത്യത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും ധർമ്മശാസ്ത്രത്തെയും എതിർക്കുന്നവരാണ് എന്ന് നീ മനസ്സിലാക്കണം. അവരെ തർക്കിക്കുകയും ബുദ്ധിമാന്മാരാണെന്ന് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നീ അറിയണം. അതുപോലെ തന്നെ അല്ലയോ രഘുനന്ദന, വിവിധ തരത്തിലുള്ള മഹായാഗങ്ങൾ നടന്ന ദേശമാണ് ഭാരതം. ആ ഭാരതത്തിലെ ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും അനുഷ്ഠാന സ്ഥാപനങ്ങളുമെല്ലാം അതിൽ ധാരാളം ജനങ്ങള് വസിക്കുന്നു. അനവധി പൂന്തോട്ടങ്ങൾ ഭാരതത്തിലുണ്ട്, അനവധി ആശ്രമങ്ങളുണ്ട്, വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും നീ നിലനിർത്താൻ വേണ്ടത് ചെയ്യുന്നുണ്ടല്ലോ. ജനങ്ങൾക്ക് ഇവിടെ ഭയരഹിതമായി ജീവിക്കുവാൻ അവസരമുണ്ടാകണം. വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങൾ സുലഭമായി ലഭ്യമാക്കണം. പാപികളില്ലാത്ത ഒരു രാജ്യമായി തീരണം ഭാരതത്തിൻ്റെത്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയും നിന്നോട് സ്നേഹപൂർവമല്ലേ പെരുമാറുന്നത്? എന്തുകൊണ്ടെന്നാൽ കൃഷിയും വ്യാപാരങ്ങളും തഴച്ചു വളർന്നാലേ രാഷ്ട്രം സമ്പന്നമാവുകയുള്ളൂ എന്ന് നിനക്കറിയാമല്ലോ. ജനങ്ങൾക്ക് സുഖ സമൃദ്ധി ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ സാമ്പത്തിക വളർച്ചയ്ക്കും വേണ്ടത് നീ നിർബന്ധമായും ചെയ്യുന്നുണ്ടല്ലോ. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുണ്ടാകുന്ന എല്ലാവിധ ദുഃഖങ്ങളും അകറ്റി അവർക്ക് സുഖമായി കൃഷി ചെയ്യുവാനുള്ള സൗകര്യങ്ങളും നീ നിരന്തരം നൽകുന്നുണ്ടല്ലോ. സ്വന്തം രാഷ്ട്രത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കണക്കാക്കി ധാർമ്മികമായ പന്ഥാവിലൂടെ അവരെയെല്ലാം സംരക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണെന്ന് നീ ഓർമ്മിക്കുന്നുണ്ടല്ലോ. രാഷ്ട്രത്തിലെ സ്ത്രീജനങ്ങളെ സംരക്ഷിക്കുന്നുണ്ടല്ലോ. നിന്റെ ഭരണത്താൽ അവർ സന്തുഷ്ടരും സംരക്ഷിതരുമാണല്ലോ. അവരെയും നീ പരിധിക്കപ്പുറം വിശ്വസിക്കുന്നില്ലല്ലോ. അവരിലൂടെയും നീ രഹസ്യ കാര്യങ്ങൾ പ്രചരിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. എവിടെയാണോ ആനകൾ, മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ സമൃദ്ധമായി വളരുന്നത് ആ വനങ്ങൾ നിന്റെ പൂർണ്ണ സംരക്ഷണത്തിലാണല്ലോ. സമൃദ്ധമായ സമ്പത്ത്, പശുസമ്പത്ത് നിന്റെ രാജ്യത്തിൽ ഉണ്ടാകണമെന്ന് നീ ഓർമ്മിക്കണം. സർവ ആഭരണത്തോടെ രാജകീയമായ വേഷഭൂഷാദികളോടെ നീ ജനതയ്ക്ക് ദർശനം നൽകുന്നുണ്ടല്ലോ. ഇൻഡിപെൻഡൻസ് ഡേക്കും അതുപോലെയുള്ള ദിവസങ്ങളിലുമെല്ലാം നമ്മുടെ പ്രധാനമന്ത്രിയുടെ വേഷം കണ്ടാൽ ഇത് മനസ്സിലാവും. അതും പ്രഭാതത്തിൽ മുടങ്ങാതെ തന്നെ നീ നിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി ഇടപെടുന്നുണ്ടല്ലോ. ജനങ്ങളിൽ നിന്നും വളരെയധികം അകലം പാലിക്കുന്നുമില്ല. അതേസമയത്ത് പരിധിക്കപ്പുറം ജനങ്ങളെ അടുപ്പിക്കുന്നുമില്ലാത്ത ഒരു പന്ഥാവ് നീ സ്വീകരിക്കണം. പൊതുവെ ജനങ്ങളെയും ജോലിക്കാരെയും പരിധിക്കപ്പുറം അടുപ്പിക്കുകയോ അകറ്റുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമമെന്ന്, ജനങ്ങളെയും ജോലിക്കാരെയും പരിധിക്കപ്പുറം അടുപ്പിക്കുകയോ അകറ്റുകയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നിനക്കറിയാമല്ലോ. കാര്യങ്ങൾ നിറവേറ്റാൻ ഇതാണ് ഉത്തമമായ രീതിയെന്നും നീ അറിയണം. രാഷ്ട്രത്തിൽ സംരക്ഷിത കോട്ടകളിൽ ആവശ്യത്തിന് ധനവും ധാന്യവും അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ജലവും യന്ത്രങ്ങളും അവ ചലിപ്പിക്കാനുള്ള സാങ്കേതിക വിദഗ്ധരും ആയുധധാരികളായ സൈനികരും ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ. അല്ലയോ ഭാരത, നിന്റെ രാജ്യത്തിലെ വരവ് അധികവും ചിലവ് കുറവുമാണല്ലോ. നിന്റെ ഖജനാവിലെ സമ്പത്ത് അർഹിക്കാത്ത കൈകളിലേക്ക് പോകുന്നില്ല എന്ന് നീ ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ. ദേവകാര്യങ്ങൾ, അതുപോലെ തന്നെ പൈതൃക സംരക്ഷണം, പണ്ഡിതന്മാരുടെ സംരക്ഷണം, സത് ഭരണം, സൈനികരുടെ ബലം, നന്മയുള്ള സുഹൃത്തുക്കൾക്കും യഥാവിധി ധനം അർഹിക്കുന്ന വിധത്തിൽ നീ നൽകുന്നുണ്ടല്ലോ. ശ്രേഷ്ഠനും നിർദോഷിയും ശുദ്ധാത്മാവുമായ ഒരു മനുഷ്യനിലും നിന്റെ രാജ്യത്ത് കുറ്റം ആരോപിക്കപ്പെടുന്നില്ലല്ലോ. ശാസ്ത്രജ്ഞാനമുള്ളവരെയും വിദ്വാൻമാരെയും ശ്രദ്ധയോടെ പരിശോധിക്കാതെ ധൃതി പിടിച്ചെടുക്കുന്ന തീരുമാനങ്ങളിലൂടെ സാമ്പത്തിക പിഴ പോലുള്ള ശിക്ഷ നീ നൽകുന്നില്ലല്ലോ. ശാസ്ത്രജ്ഞന്മാരെയും വിദ്വാൻമാരെയും നീ ശിക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി എല്ലാം പരിശോധിച്ച് മാത്രമാണല്ലോ അത് ചെയ്യുന്നത്. അല്ലയോ ശ്രേഷ്ഠ, നിന്റെ രാജ്യത്ത് കളവ് നടത്തുന്നവരെ കയ്യോടെ പിടിക്കുകയോ കളവ് നടത്തുന്നത് സാക്ഷികൾ വ്യക്തമായി കാണുകയോ ചോദ്യം ചെയ്യലിലൂടെ കളവ് തെളിയിക്കുകയോ കളവ് മുതൽ കള്ളനിൽ നിന്ന് കണ്ടുപിടിക്കുകയോ
ഇപ്രകാരമുള്ള വിവിധ തെളിവുകളോടെ പിടിക്കപ്പെടുകയോ ചെയ്ത കള്ളന്മാരെ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്താൻ നീ അനുവദിക്കുന്നില്ലല്ലോ. അല്ലയോ ഭാരതപുത്ര, നിന്റെ രാജ്യത്ത് സമ്പന്നനും പാവപ്പെട്ടവനും തമ്മിൽ തർക്കമുണ്ടായാൽ അവിടത്തെ ന്യായാലയത്തിൽ, കോടതിയിൽ അവർ രണ്ടുപേരും ന്യായത്തിനായി ന്യായാധീശനെ സമീപിക്കുകയാണെങ്കിൽ നിന്റെ രാജ്യത്തിലെ മന്ത്രി ധനത്തിന്റെ പിൻബലം നോക്കാതെ ന്യായത്തിന്റെ കൂടെയല്ലേ നിൽക്കുകയുള്ളൂ. നിരപരാധിയെ തെറ്റായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും കള്ളസാക്ഷികളുടെ മൊഴിയിലും വിശ്വസിച്ച് ശിക്ഷിച്ചാൽ ആ നിരപരാധിയുടെ കണ്ണുനീർ രാജകുലത്തെയും രാഷ്ട്രത്തിന്റെ സമ്പത്തിനെയും തകർത്തു കളയുമെന്ന് നിനക്ക് അറിയാമല്ലോ. ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി പക്ഷപാതപരമായി പ്രവർത്തിക്കുകയാണെങ്കിൽ രാഷ്ട്രം തന്നെ ധാർമ്മികമായി തകരുമെന്ന് നീ ഓർമ്മിക്കണം. അല്ലയോ ഭാരതപുത്ര, വൃദ്ധജനങ്ങളെയും ബാലന്മാരെയും ശ്രേഷ്ഠന്മാരായ വൈദ്യന്മാരെയും മധുര വാക്കുകളിലൂടെയും സാമ്പത്തികമായും സഹായം നൽകി നീ സഹായിക്കുന്നുണ്ടല്ലോ. നീ ധാർമ്മികതയ്ക്ക് പകരം സമ്പത്തും സമ്പത്തിന് പകരം ധാർമ്മികതയും വെച്ച് പരസ്പരം തിന്മയെ ന്യായീകരിക്കുന്നില്ലല്ലോ. പ്രത്യേക താൽപര്യം സംരക്ഷിക്കാൻ സമ്പത്തിന് മുൻതൂക്കം കൊടുക്കുകയോ ചെയ്യാതെ യാഥാർത്ഥ്യത്തെ വിലയിരുത്തി വിധി കൽപ്പിക്കാറുണ്ടല്ലോ. സമ്പത്തിന് മുൻതൂക്കം കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ നീ വിധി കൽപ്പിക്കാറില്ലല്ലോ. വിജയികളിൽ ശ്രേഷ്ഠനും സമയോചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ സമർത്ഥനുമായ നീ സമയത്തെ കൃത്യമായി ഭാഗിച്ച് ധാർമ്മിക കാര്യത്തിനും അർത്ഥസമ്പാദനത്തിനും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമുള്ള സമയവും ഊർജവും സമ്പത്തും വിനിയോഗിക്കുന്നുണ്ടല്ലോ. മഹാപ്രജ്ഞ, അറിവുള്ളവനെ, സമ്പൂർണ്ണ ശാസ്ത്രജ്ഞാനമുള്ള ദേശവിദേശികളായ പണ്ഡിതരുടെ നന്മയ്ക്കായി നീ സത്പ്രവർത്തികൾ ചെയ്യുന്നുണ്ടല്ലോ. ദേശവിദേശികളായ പണ്ഡിതരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. രാജാവ് അഭിമുഖീകരിക്കേണ്ടി വരുന്ന 14 ദോഷങ്ങളെ നീ പരിത്യജിക്കുന്നുണ്ടല്ലോ. ഒരു രാജാവിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത 14 ദോഷങ്ങൾ. 1, എല്ലാത്തിനെയും എതിർക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന നാസ്തികവാദം. 2, അസത്യം പറയുക. 3, ക്രോധം, പ്രമാദം, ദീർഘവീക്ഷണമില്ലായ്മ, ജ്ഞാനികളുമായി വിയോജിപ്പ്, നല്ല ജ്ഞാനികളുമായിട്ടുള്ള വിയോജിപ്പ്, ആലസ്യം, മടി, ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമില്ലായ്മ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെ നിയന്ത്രണമില്ലായ്മ, രാജ്യകാര്യങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടി വരുന്ന തെറ്റായ പ്രവണത, തീരുമാനിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ, മൂഢന്മാരുടെ സഹായം തേടി കാര്യങ്ങൾ ശരിയാക്കാനുള്ള വിഫല ശ്രമം, രഹസ്യ വാർത്തകളും വിവാദങ്ങളും വരും വരായികകളും അറിയാതെ പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കല്, മംഗളകർമ്മങ്ങൾ, നന്മ നിറഞ്ഞ കർമ്മങ്ങള് പരിത്യജിക്കല്, പല ശത്രുക്കളെയും ഒരുമിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിക്കല്. ഈ 14 ദോഷങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലയോ അറിവുള്ളവനെ, നിനക്ക് ദശവർഗ ദോഷമില്ലല്ലോ. 10 തരത്തിലുള്ള ദോഷം നിനക്ക് ഉണ്ടാവരുത്. 1, അത്യാഗ്രഹം നിനക്ക് ഉണ്ടാവരുത്. 2, അഹങ്കാരം, കളവ് മുതലിനോടുള്ള ആസക്തി, പകല് ഉറങ്ങാനുള്ള അവസ്ഥ, മറ്റുള്ളവരെ നിന്ദിക്കല്, പരസ്ത്രീകളില് ആസക്തി, മദ്യപാനം, ഉന്മാദമായ നൃത്തം, വികൃതമായ സംഗീതാലാപനം, ആവശ്യമില്ലാത്ത സംസാരം, വ്യർത്ഥമായി ചുറ്റിക്കറങ്ങി നടക്കല്. ഇത് നിനക്ക് ഒരിക്കലും യോജിച്ചതല്ല. അതുപോലെ പഞ്ചവർഗ സംരക്ഷണം, 5 കാര്യങ്ങളെ നിർബന്ധമായും സംരക്ഷിക്കണം. അതിലൊന്ന്, ജലം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ജലത്തിന്റെ കോട്ട, പർവ്വതക്കോട്ട, വൃക്ഷങ്ങൾ കൊണ്ടുള്ള കോട്ട, ഊഷരഭൂമി അഥവാ മരുഭൂമിയുടെ കോട്ട, അതുപോലെ വിജനമായിട്ടുള്ള സ്ഥലങ്ങളുടെ കോട്ട, അവിടെയുള്ള കോട്ടകൾ നീ സംരക്ഷിക്കുന്നുണ്ടല്ലോ. ചതുർവർഗ നീതി നിനക്കറിയാമല്ലോ.
ചതുർവർഗ നീതി എന്ന് പറയുന്നത് സാമം, സന്തോഷത്തോടുകൂടി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക. ദാനം, എന്തെങ്കിലും കൊടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഭേദം, നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ട് വരും വരായികകളെ കുറിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ നേടുക, അല്ലെങ്കിൽ ശിക്ഷിച്ച് കാര്യങ്ങൾ നേടുക. സപ്ത അംഗങ്ങളുടെ മഹത്വം നിനക്കറിയാമല്ലോ. ഒരു രാഷ്ട്രത്തില് 7 അംഗങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവര്. 1 രാജാവ്, 2 ചീഫ് സെക്രട്ടറി അഥവാ ഇവിടെ മന്ത്രി, രാഷ്ട്രം, കോട്ട, ഖജനാവ്, സേന, സുഹൃത്ത് രാഷ്ട്രങ്ങള്. ഈ 7 എണ്ണം ഒരു കാരണവശാലും കൈവെടിയരുത്. 1 രാജാവിന്റെ പ്രാധാന്യം, 2 ചീഫ് സെക്രട്ടറിയുടെ പ്രാധാന്യം, 3 രാഷ്ട്രത്തിന്റെ പ്രാധാന്യം, 3 രാഷ്ട്രം സംരക്ഷിക്കുന്ന കോട്ടകളുടെ പ്രാധാന്യം, 3 ട്രഷറി ഖജനാവിന്റെ പ്രാധാന്യം, പിന്നെ സേനയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കല്. ഒരു കാരണവശാലും നിന്റെ ഭാഗത്ത് നിന്ന് തിന്മയുണ്ടാവരുത്. അഷ്ടവർഗ ദോഷങ്ങൾ നീ അറിയാവുന്നതാണല്ലോ. അഷ്ടവർഗ ദോഷം, 8 തരത്തിലുള്ള ദോഷം ഒരു രാജാവിന് ഉണ്ടാവാൻ പാടില്ല. കള്ളത്തരം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതിസാഹസം ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള പ്രവണത, മറ്റുള്ളവരുടെ ദോഷം മാത്രം അന്വേഷിച്ച് നടക്കല്, സമ്പത്ത് നശീകരണത്തിനായി വിനിയോഗിക്കുക, നശീകരണ പ്രവർത്തനത്തിനായി സമ്പത്ത് ഉപയോഗിക്കുക, കഠോരമായ വാക്ക് പ്രയോഗം, അതികഠിനമായ ശിക്ഷ നൽകല്, ഇതെട്ടും ഒരു രാജ്യഭരണാധികാരിക്ക് ഉണ്ടാവാൻ പാടില്ല. ത്രിവർഗത്തിന്റെ അടിസ്ഥാനത്തിൽ മൂല്യങ്ങൾ നിനക്കറിയാമല്ലോ. ത്രിവർഗം, ധർമ്മം, അർത്ഥം, കാമം, ഇവയാണ് ത്രിവർഗം. ധർമ്മം, അർത്ഥം, കാമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്സാഹശക്തി അഥവാ ഇച്ഛാശക്തി, പ്രഭുശക്തി, മന്ത്രശക്തി, ഇത് 3 നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതുപോലെ കാർഷികാഭിവൃദ്ധി, കോട്ട നിർമ്മാണം, പാലം നിർമ്മാണം, കാട്ടാനകളെ മെരുക്കി തയ്യാറാക്കല്, വന്യമൃഗങ്ങളുടെ സംരക്ഷണം എന്നർത്ഥം. ഭക്ഷ്യ വിഭവങ്ങളുടെ ഉൽപാദനം, രാജ്യത്തിൽ അധികാരമുറപ്പിക്കാൻ വേണ്ടി തന്റെ കസേരയ്ക്ക് ഒരിക്കലും ഭരിക്കുന്നിടത്തോളം കാലം ഒരു ദൃഢനിശ്ചയമില്ലാത്ത വ്യക്തിയാണ് എന്ന തോന്നലുണ്ടാകാത്ത വിധത്തിൽ ഉറച്ച ഭരണം നൽകുന്നവനാണെന്ന തോന്നമുണ്ടാക്കല് വിധത്തിൽ പ്രവർത്തിക്കണം. ബുദ്ധി കൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ നിനക്കറിയാമല്ലോ. 6 ഗുണങ്ങൾ നിന്റെ കർമ്മമണ്ഡലത്തിലുണ്ടല്ലോ. 1 സന്ധി, 2 വിഗ്രഹം, 3 യാനം, 4 ആസനം, ദ്വൈതീഭാവം, സമാശ്രയത്വം. ശത്രുക്കളുമായി സന്ധിയിലെത്തുന്നതാണ് സന്ധി. അവരുമായി യുദ്ധം ചെയ്തേ തീരുമെങ്കിൽ യുദ്ധം ചെയ്യുന്നത് വിഗ്രഹം. അവരെ ശക്തമായി ആക്രമിച്ചാലേ ശത്രുവിനെ പരാജയപ്പെടുത്താൻ സാധിക്കുള്ളൂ എന്ന് ഉറപ്പാണെങ്കിൽ ശക്തമായി ആക്രമിക്കുന്നത് യാനം. അവസരം കാത്തിരിക്കുന്നത് ആസനം, നന്മ ചെയ്യാനും അല്ലെങ്കിൽ യുദ്ധത്തിനും. അവസരമില്ലാത്ത അനവസരത്തിൽ എന്തെങ്കിലും ചെയ്താൽ പ്രശ്നം വരും. അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആസനം. നീതിയിലൂടെ മുന്നേറുന്നത്, നീതി ന്യായ മാർഗത്തിലൂടെ മുന്നേറുന്നത് ദ്വൈധീഭാവം. തന്നേക്കാൾ ബലവാന്മാരായ ഭരണാധികാരികളുടെ, വിദേശ ഭരണാധികാരികളുടെ സഹായം സ്വീകരിക്കുന്നത്, തന്നേക്കാൾ ശക്തരായവരുടെ, റഷ്യ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായം സ്വീകരിക്കുന്നത്. സമാശ്രയം, പ്രകൃതിക്ഷോഭങ്ങളെ നീ കരുതിയിരിക്കുന്നുണ്ടല്ലോ. രാജ്യഭരണത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കഴിവുകേട്, ഭരണത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കഴിവുകേട്, കള്ളന്മാരുടെ ഉപദ്രവം, രാജ്യബന്ധുക്കളുടെ ദുഷ്പ്രവർത്തനങ്ങൾ, രാജാവ് തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇവയാണ് പഞ്ചവിധ മനുഷ്യദോഷങ്ങൾ, മനുഷ്യബാധകൾ. 1 കഴിവുകേടുള്ള ഉദ്യോഗസ്ഥര്, 2 കള്ളന്മാരുടെ ഉപദ്രവം, 3 ബന്ധുക്കളുടെ തന്നെ ദുഷ്പ്രവർത്തികൾ, 4 രാജാവ് കഴിവില്ലാത്തത് ഉണ്ടാവുക, പിന്നെ ആഭ്യന്തരമായിട്ടുള്ള അരക്ഷിതാവസ്ഥ. ഈ പഞ്ചവിധ മനുഷ്യ സൃഷ്ടിയായിട്ടുള്ള ബാധകള് നിയന്ത്രിക്കുന്നുണ്ടല്ലോ. ശത്രു രാജ്യത്തിലെ സേവകരെയും അപമാനിതരായവരെയും യജമാനന്മാരാൽ ത്യജിക്കപ്പെട്ടവരെയും ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തിയിരിക്കുന്ന സേവകരെയും അങ്ങനെയുള്ളവരിൽ പ്രയോജനപ്പെടുന്നവരെ രാജാവ് ഇഷ്ടവസ്തുക്കൾ നൽകി രാജ്യകാര്യങ്ങൾ എടുക്കുന്നത് രാജനീതിയാണെന്നത് നിനക്കറിയാമല്ലോ. ശത്രു രാജ്യങ്ങളിലെ നല്ല വ്യക്തികൾ, അവര് ശത്രു രാജ്യങ്ങളിൽ ഒരു കാരണവശാലും തുടരാൻ ആഗ്രഹിക്കുന്നില്ല, വേദനിക്കുന്നവരാണ്. അതുപോലെ തന്നെ അപമാനിതരാണെങ്കിൽ അവരെ ഒരു പക്ഷേ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയുള്ളവരെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. ബലവാന്മാര്, വൃദ്ധന്മാര്, ദീർഘകാല രോഗികള്, സംസ്കാരമില്ലാത്തവര്, ഭീരുക്കൾ,
എല്ലാത്തിനെയും ഭയപ്പെടുത്തുന്നവരുടെ കൂടെയുള്ളവര്, പിശുക്കന്മാര്, ഭിക്ഷക്കാരെയും ആശ്രയിച്ച് ജീവിക്കുന്നവര്, മറ്റു രാജ്യത്തിലെ മന്ത്രിമാര്, സേനാധിപതിമാര്, എന്നും ദുഃഖിക്കുന്നവര്, ആഡംബര സുഖത്തിൽ ഭ്രമിച്ച് ജീവിക്കുന്നവര്, അഭിപ്രായം മാറിക്കൊണ്ടേയിരിക്കുന്നവര്, അവരുടെ കൂടെ നടന്ന് ജീവിക്കുന്നവര്, പ്രകൃതി ശക്തി ദേവനിന്ദയും പണ്ഡിതന്മാരെ നിന്ദിക്കുകയും ചെയ്യുന്നവര്, പ്രകൃതിയെ നശിപ്പിക്കുന്നവര്, ഭാഗ്യം വരുമെന്ന് കരുതുന്ന ഒരു പ്രവൃത്തിയെയും ചെയ്യാതെ ജീവിക്കുന്നവര്, ഭാഗ്യം വരുമെന്ന് കരുതി ഒരു തരത്തിലുള്ള പ്രവൃത്തിയും ചെയ്യാതെ ജീവിക്കുന്നവര്, പരമദരിദ്രവാസിയായി ജീവിക്കുന്നവര്, ആരാലും സംരക്ഷിക്കപ്പെടാത്ത സൈന്യങ്ങളില്ലാത്ത രാജാവ്, സ്വന്തം ദേശത്തിൽ വസിക്കാത്തവർ, ധാരാളം ശത്രുക്കളുള്ളവര്, കാലം അനുകൂലമല്ലാത്തവര്, സത്യധർമ്മങ്ങൾ പാലിക്കാത്തവര്, ഇത്തരത്തിലുള്ള 20 വിഭാഗങ്ങളിൽപ്പെട്ടവരെയും രാജാക്കന്മാരെയും രാജകുലജാതരെയും സഹകരണത്തിലൂടെ വശത്താക്കാൻ ശ്രമിക്കുന്നതും അവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതും അവരുടെ നന്മകൾ എടുക്കുന്നതും നീ ശ്രദ്ധയോടുകൂടി പരിശോധിച്ച് നടപ്പാക്കുന്നുണ്ടല്ലോ. പ്രകൃതി മണ്ഡലങ്ങളായി കണക്കാക്കുന്ന 7 എണ്ണം, പ്രകൃതി മണ്ഡലങ്ങളായി കണക്കാക്കേണ്ട 7 എണ്ണമാണ് രാജാവ്, മന്ത്രി, സുഹൃത്ത്, ഖജനാവ്, രാഷ്ട്രം, കോട്ട, സേന. ഇവ രാഷ്ട്രത്തിന്റെ അവയവങ്ങളാണെന്ന് അറിയണം. രാജാവ്, മന്ത്രി എന്ന് വെച്ചാൽ ഇവിടെ ചീഫ് സെക്രട്ടറി, സുഹൃത്ത്, ഖജനാവ്, രാഷ്ട്രം, കോട്ട, സേന ഇവ രാഷ്ട്രത്തിന്റെ അവയവങ്ങളാണ്. നിന്റെ യാത്രയും ശത്രുവുമായുള്ള ആക്രമണ സംവിധാനങ്ങളും നീ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. സേനാ വിന്യാസം, വ്യൂഹരചന, വൈവിധ്യ സൈന്യ വിഭാഗങ്ങൾ, ഇവിടെയെല്ലാം സ്ഥിതിഗതികൾ നീ നിരന്തരം വിലയിരുത്തുന്നുണ്ടല്ലോ. സന്ധി വേണ്ടിയിടത്ത് സന്ധിയും യുദ്ധം വേണ്ടിയിടത്ത് യുദ്ധവും എല്ലാം വസ്തുതാപരമായി അറിഞ്ഞുകൊണ്ടാണല്ലോ നീ മുന്നോട്ട് പോകുന്നത്. നന്മയുള്ളവരെ സ്വന്തം പക്ഷത്ത് നിലനിർത്തിയും തിന്മയുള്ളവരെ ത്യജിച്ചും നല്ല ഗുണങ്ങളെ സ്വാംശീകരിച്ചും തിന്മകളെ തിരസ്കരിച്ചുമാണല്ലോ നീ ഭരണചക്രം നിയന്ത്രിക്കുന്നത്. വിദ്വാനായ അല്ലയോ ശ്രീ നരേന്ദ്ര, ശാസ്ത്രം നിഷ്കർഷിക്കുന്നത് പോലെ 3ഓ 4ഓ മന്ത്രിമാരെ ഒരുമിച്ചായോ ഒറ്റയ്ക്കായോ ചേർത്ത് ഓരോ കാര്യത്തെയും കുറിച്ച് ചർച്ച ചെയ്തിട്ടാണല്ലോ നീ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. ഉജ്ജ്വലമായ സന്ദേശ അന്തർഗതങ്ങളെ മുറുകെ പിടിച്ചാണല്ലോ നീ മുന്നോട്ട് പോകുന്നത്. നീ ലക്ഷ്യമിടുന്നതും ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങള് ലക്ഷ്യപ്രാപ്തി നേടുന്നുണ്ട് എന്ന് നീ ഉറപ്പുവരുത്തുന്നുണ്ടല്ലോ. ദേശത്തിലെ സ്ത്രീകളെല്ലാം സൗഭാഗ്യവതികളും സന്താന സൗഭാഗ്യമുള്ളവരും ഭരണത്തിൽ സംതൃപ്തരുമാണെന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം നീ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നിന്റെ ധർമ്മശാസ്ത്രജ്ഞാനത്തിൽ നീ വിനയാൻവിതനും നന്മ നിറഞ്ഞവനും ഗുണസമ്പുഷ്ടനുമായ സഫലമായ ജീവിതമാണല്ലോ നീ സ്വയം നയിക്കുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം നിന്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിരസ്കരിക്കുക, അല്ലെങ്കിൽ അത് വിലയിരുത്തി സ്വീകരിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം ആയുരാരോഗ്യ സൗഖ്യത്തിനും ധർമാർത്ഥങ്ങളുടെ പൂർത്തീകരണത്തിനുമാണെന്ന് അഗാധമായി ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാവും. ഇത്രയും സന്ദേശം ശ്രീരാമൻ ഭരതന് കൊടുത്തതാണ്. ഈ സന്ദേശത്തിലെ ഒരെണ്ണം പോലും ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അംഗീകരിക്കാത്തതായിട്ടില്ല. ശരിക്ക് രാമരാജ്യം എന്ന വാക്ക് രാമൻ ഭരിച്ച രാജ്യം എന്നല്ല അർത്ഥം. അങ്ങനെ അർത്ഥമെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മറിച്ച് രാമൻ ഉപദേശിച്ച പോലെ ഭരിക്കുന്ന ഒരു രാജ്യം. യഥാർത്ഥത്തിൽ ഇത്രയും 140ഓളം ഞാൻ വായിച്ചു, 156 എണ്ണം ഉണ്ട്. അതെല്ലാം ബാക്കിയുള്ളത് കൈകേയിയെക്കുറിച്ചും കൗസല്യയെക്കുറിച്ചും കുടുംബകാര്യങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ സന്തോഷത്തെക്കുറിച്ചും ചോദിക്കുന്നതായതുകൊണ്ടാണ് അത് വായിക്കാത്തത്. പ്രാധാന്യം കുറഞ്ഞതുകൊണ്ടല്ല, ഇങ്ങനെയുള്ള നിർദ്ദേശമല്ല, അന്വേഷണം മാത്രം. അതുകൊണ്ട് ഈ ത്രേതായുഗത്തിൽ എഴുതിയ ഈ ഭരതോപദേശം ഇത് ഞാൻ യൂട്യൂബിൽ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നി ഈ കഴിഞ്ഞ ഏതാണ്ട് 10-28 മാസങ്ങൾ, 29-30 ആവാറായി, 27-28 മാസങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി സൈലന്റ് ആയിട്ട് ചെയ്യുന്നത്, ഏത് നിഷ്പക്ഷമതികളായ വ്യക്തികളും ഒരു രാഷ്ട്രീയത്തിന്റെ മൂടുപടമില്ലാതെ പരിശോധിച്ചാൽ
ഈ ഭരതന് ഒരു രാജ്യം എങ്ങനെയാണോ ഭരിക്കേണ്ടതെന്ന് ശ്രീരാമൻ ഉപദേശിച്ചു കൊടുത്ത് ഭരതനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായും നമ്മുടെ ഭരണാധികാരി പ്രചാരത്തിൽ വരുത്തുന്നതായിട്ട്, പ്രയോഗത്തിൽ വരുത്തുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് എങ്ങനെയാണെന്നറിയോ? വെറുതെ പത്രത്തിൽ വായിക്കല്ല, ശരിക്ക് ഭാരതത്തിൻ്റെ സമഗ്രമായ വളർച്ചയുടെ ന്യൂസ് എല്ലാ ദിവസവും കളക്ട് ചെയ്തിട്ട് ധർമ്മ ന്യൂസിലും യൂട്യൂബിലും ധർമ്മ മെസ്സേജസിൽ IISHന്റെ വെബ്സൈറ്റിലും ഇതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ധർമ്മ ന്യൂസിൻ്റെ സിസ്റ്റത്തിൽ കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും 50 മുതൽക്ക് 100 വരെ പോയിന്റുകൾ എല്ലാ ദിവസവും, ഇന്ത്യയിലുള്ള ദിവസവും ഇല്ലാത്ത ദിവസവും അത് കളക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ആ വിവരമാണ് നിങ്ങളെ അറിയിക്കാൻ. നിങ്ങൾ കോൺഗ്രസ്സുകാരുണ്ടാവാം, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം, ക്രിസ്ത്യാനികളുണ്ടാവാം, മുസ്ലിങ്ങളുണ്ടാവാം, BJPയുടെ കൂട്ടത്തിലിരുന്ന് BJP എതിർക്കുന്നവരുണ്ടാവാം, BJPയെ നേരിട്ട് എതിർക്കുന്നവരുണ്ടാവാം, പല രാഷ്ട്രീയ പാർട്ടികളിലുണ്ടാവാം, യുക്തിവാദികളുണ്ടാവാം. നിങ്ങൾ ആരൊക്കെയാണെങ്കിലും ശരി, നിങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ടല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാമൻ ഭരതനോട് എന്താണോ പറഞ്ഞിരിക്കുന്നത്, അതിൽ ഭരത എന്ന് വിളിച്ച സ്ഥാനത്ത് ഞാൻ നരേന്ദ്ര എന്ന് ചില സ്ഥലത്ത് വിളിച്ചു, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം അതേപോലെയാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. ഒരു വാക്ക് പോലും ഞാൻ എൻ്റേതായിട്ടുള്ള ചേർത്തിട്ടില്ല. അത് പിന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കർമ്മങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ ഈ ത്രേതായുഗത്തിലെ രാഷ്ട്രത്തിൻ്റെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ബൈബിള് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാ. 2000 വർഷമില്ല, AD 273 ബൈബിൾ എഴുതിയത്. AD 273, 1750 വർഷമേ ആയിട്ടുള്ളൂ. ഖുർആൻ 1200 വർഷമേ ആയിട്ടുള്ളൂ. ഈ ലോകത്തിലെ ഏത് 2 പ്രധാനപ്പെട്ട സെമറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ ത്രേതായുഗത്തിൽ എഴുതിയത്, ആ ത്രേതായുഗം എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയണ്ട. ഏതായാലും അടുത്ത കാലത്തൊന്നും അല്ലാതെ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ചപ്പോഴത്തേക്കും അതിലുപയോഗിച്ച പദപ്രയോഗങ്ങൾ വാൽമീകി രാമായണത്തിൽ ഇന്നുമുണ്ട്. ആ രാമായണം ഇന്നും അവൈലബിൾ ആണ്. ഒരക്ഷരം പോലും മാറ്റാതെ വാൽമീകി രാമായണം സംസ്കൃതത്തിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവർത്തനങ്ങളും പദാനുപദമുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ശരിക്ക് രാമരാജ്യം, ശ്രീരാമൻ, നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. പറയേണ്ടത് എൻ്റെ സ്വാതന്ത്ര്യവും കൂടിയാണ്. താല്പര്യമുള്ളവരെടുക്കട്ടെ, അഭിമാനിക്കട്ടെ, തല ഉയർത്തി നിന്ന് പറയട്ടെ, ഭാരതത്തിൻ്റെ മകനും മകളുമാണ് ഞാനെന്ന് തല ഉയർത്തി നിന്ന് പറയട്ടെ. ഇനിയൊരു 100 ജന്മമുണ്ടെങ്കിൽ ആ 100 ജന്മവും പരമപവിത്രമായ ഭാരതത്തിൻ്റെ മകനായി മകളായി തന്നെ ജനിക്കാൻ ഭാഗ്യം നൽകണമേ ഭാരതമാതാവേ. ഋഷീശ്വരന്മാരേത് പറയണം. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച നമസ്വദായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. പ്രണാമം, നമസ്കാരം.